ഹലോ ഗൈസ്, ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇന്ന് 4-ാം ദിവസമാണ് ഇതിൻ്റെ. ഇന്നലെ എവിടെയും പോകാൻ പറ്റില്ല, ഇന്നലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് വടക്ക് വശം പോകാനാണ് വിചാരിക്കുന്നത്. വടക്ക് വശം പോകുമ്പോൾ വടക്ക് വശത്തില്ല ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ 2 ലൈറ്റ് ഹൗസ് ഉണ്ട്. പിന്നെ പലതും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ നാട്ടിൽ കിണറുണ്ടോ എന്ന്. മീൻസ് വെള്ളം എങ്ങനെയാണ് കിട്ടുന്നതെന്ന്, കുടിക്കുന്ന വെള്ളം. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വീടുകളിലും കിണറുണ്ട്. കടലിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ മാത്രം ചില ഉപ്പുരസം ഉണ്ടാവും. ഇവിടെ കുഴിച്ച് കഴിഞ്ഞാൽ മണ്ണ് ഇവിടുത്തെ ഈ മണ്ണ് കുഴിച്ച് കഴിഞ്ഞാൽ പാറ ഉണ്ടാവും. പാറ പൊടിച്ച് കഴിയുമ്പോഴുള്ള വെള്ളം വരുന്നത് അങ്ങനെ. അപ്പം നല്ല കുടിക്കുന്ന വെള്ളമായിരിക്കും. ഞങ്ങൾ വടക്കുവശം പോവാം. വെട്ടം പോകുന്നതിന് മുമ്പ് വടക്കുവശം എത്തുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. അറിയത്തില്ല അപ്പോഴേക്ക് എത്താതിരിക്കും. ഞങ്ങൾ അവസാനം നടന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയോ സൈക്കിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വരും. ഞങ്ങൾ ജംഗ്ഷനെത്തി. ഇനി കുറച്ചും കൂടി ഒരു 1/2 കിലോമീറ്റർ നടക്കുകയുള്ളൂ. ഒരു 2 കിലോമീറ്റർ ഞങ്ങൾ നടന്നെന്ന് തോന്നുന്നു. ഇപ്പം വരും. സമയം വൈകുന്നേരമായി. അതെ, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്തോരം ലേറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. കുറച്ച് നടക്കാനുണ്ട്. നടന്ന് വന്ന് ഇവിടെ എത്തി. ഞങ്ങളുടെ ഓട്ടോ ഇതുവരെ വന്നിട്ടില്ല. വരും എന്ന് പറഞ്ഞില്ലാണ്ട് ഓട്ടോ വന്നിട്ടില്ല. ഗതികേട്. വെട്ടത്തിൻ്റെ താഴെ വന്നു പറഞ്ഞാണ് വെട്ടം വന്നത്. ഇവിടെ ഒറ്റ ഇവിടെ നിന്ന് തെക്കുന്ന വടക്ക് പോകാൻ ഓട്ടോയ്ക്ക് എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ ടെമ്പൂവിൽ ഒരാൾക്ക് 10 രൂപ എന്നാണ് കേട്ടത്. പക്ഷേ അവിടെ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. ഇനി അവിടെ പോയി കയറാൻ പറ്റണമെങ്കിൽ ഞാൻ ഇവനെയും വലിച്ചിട്ട് കയറും ഞാൻ കേട്ടോ. ടെമ്പൂല്ലേ? ടെമ്പൂവിൽ പിള്ളേരൊക്കെ പോകുന്നുണ്ടോ? ഇങ്ങനെ തെക്കുന്ന വടക്ക് പോകുമ്പോൾ ഒരാൾക്ക് 10, വടക്കുന്ന് തെക്ക് വരുവാണെങ്കിൽ 20 രൂപ. അവിടെ ഇറങ്ങുകയാണെങ്കിൽ ഓക്കെ. ഞങ്ങളുടെ ഓട്ടോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതില്ലേ, ഇതാണ് ഞങ്ങളുടെ ജുമാ മസ്ജിദ്. ഞാൻ അവിടെ പള്ളിയിൽ വന്നപ്പോൾ എടുത്തായിരുന്നു, വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അവസാനം വടക്ക് വശത്തെത്തി. വന്ന് ഞങ്ങൾ ഓട്ടോയും കിട്ടിയില്ല, ഇരുട്ടായി. ഇനിയിപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുന്നത് ഞാൻ ആലോചിക്കണം. ഇനി വണ്ടി വല്ലതും വന്നാൽ വെട്ടത്തിൻ്റെ താഴത്തെ പോലെ ഇനി എന്നെ കാണാൻ പറ്റുള്ളൂ. സംസാരം മാത്രം നിങ്ങൾക്ക് കേൾക്കാം. സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്ക് കാണിച്ചു തരാം. ഞങ്ങളിവിടെ എത്തി. ഇതാണ് പാർക്ക്. പക്ഷെ പാർക്കിലൊരു ലൈറ്റും ഇല്ല. ഇത് ലൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റ് കത്തിച്ചിട്ടില്ല. കണ്ട ഞങ്ങളുടെ നാട്ടിൽ ടർഫുണ്ട്. ടർഫ് ഇത് വന്നിട്ട് അധികമായിട്ടില്ല. ഒരു 2 വർഷമായെന്ന് തോന്നുന്നു. ടർഫിൻ്റെ അടുത്ത് താഴേക്ക് ഞാൻ പോയി താൻ വേണ്ടിയപ്പോൾ ഇതാണ് ടർഫിൽ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുക. കണ്ട, ഇതാണ് ടർഫ്. പിള്ളേർ കളിക്കുന്നു. ഓ, വെൽ ഡൺ ഷൂട്ട്. ഇവിടെയും പൈസ കൊടുത്തിട്ടാണ് കളിക്കണേ. ഒരാൾക്ക് 100 രൂപ എന്നാണ് ഞാൻ കേട്ടേക്കണേ. ഞാൻ വടക്ക് വശത്ത് വരുന്ന തന്നെ നാട്ടിൽ വന്നിട്ട് ഈ തവണ പെരുന്നാളിൻ്റെ 4-ാം ദിവസമായി. വടക്ക് വശം എത്തി. വടക്കത്തിലെ ലൈറ്റ് ഹൗസ് കണ്ടോ? ലൈറ്റ് ഹൗസിൻ്റെ വെട്ടാണ് അവിടെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. ആ കാണാൻ ലൈറ്റ് ഹൗസ്. വെട്ടം വരുന്നില്ലല്ലോ. ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ആൾക്കാർ തീർന്നിട്ടാണോ ആവുന്നതെന്ന് അറിയില്ല. ലൈറ്റ് ഹൗസിൻ്റെ വെട്ടം കണ്ടോ? ഇത് ചെറിയ ലൈറ്റ് ഹൗസ്. വലിയ ലൈറ്റ് ഹൗസ് നമ്മുടെ തെക്ക് വശം. ടർഫിൽ പിള്ളേർ കളിക്കുന്നപ്പോൾ കാണിച്ചല്ലേ. അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്. ശരക്ക് കപ്പൽ പുറത്ത്. നാട്ടിലെ ലൈറ്റ് ഹൗസാണ് 2ാമത്തെ ലൈറ്റ് ഹൗസ്. ഇവിടെ നാട്ടിലെ 2 ലൈറ്റ് ഹൗസ്. ഇതേ പോണ് ലൈറ്റ് ഹൗസ്. നമ്മൾ വടക്ക് വശത്തെത്തി. ഇവിടെയാണ് ഹെലിപ്പാഡ് ഉള്ളത്. ഹെലിപ്പാഡ് വേറൊരു ദിവസം ഞാൻ കാണിച്ചത്. ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റത്തില്ല. ഇത് ഹെലിപ്പാഡിൻ്റെ പാസഞ്ചർ ഹോളാണ്. അവിടെ ഒരു കാണുന്നില്ലേ, അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കട്ടെ, എന്നിട്ട് ചെറിയൊരു തട്ടുകട. അവിടെ ഓംലേറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓംലേറ്റ് കഴിക്കാനാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നേക്കണത്. ഓംലേറ്റ് കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ്. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് ഇരുന്ന് അപ്പോൾ ഒരു കൊച്ച് ഇങ്ങനെ വന്നിട്ട് വെള്ളം കുടിക്കാൻ വന്നു. ഞാൻ ഒരു ഓർഡർ എടുക്കാൻ വന്നതായിരിക്കുന്നു. അയ്യോ, ചെമ്മിപ്പോയി. ഓക്കെ ബിരിയാണികൾ മാത്രമേ ഉള്ളൂ ഇന്നിവിടെ. ഞങ്ങൾ ഫൈനലി ഒരു ചായ കുടിക്കാമെന്ന്. ചായ അല്ല, രണ്ട് ഡബിൾ ഓംലേറ്റും ഇവനും
പിന്നെ മാങ്ങ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരും. ഇനി കപ്പൽ വന്നുകൊണ്ട് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക സാധനം വരും. ഞങ്ങളിങ്ങനെ കളികളൊക്കെ കണ്ട് പ്രകൃതി ആസ്വദിച്ച് ആസ്വദിക്കാൻ ഒന്നും കാണുന്നൊന്നുമില്ല. ചെറുതായിട്ടൊരു കാറ്റുണ്ട്, കടൽക്കാറ്റുണ്ട്. അതും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളുടെ സാധനം ഇപ്പം വരും. ഞങ്ങൾ ഇവിടെ വന്നെത്തി. ഞങ്ങളുടെ ഓംപ്ലേറ്റ് വന്നിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം വീഡിയോ എടുക്കുന്നത് വിശന്നിട്ടിരിക്കുക. ഞങ്ങൾ മാംഗോ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാംഗോ ജ്യൂസും വന്നു. ഇനിയും സാധനങ്ങളുണ്ട്, വരട്ടെ. കഴിച്ച് കഴിഞ്ഞ് മുമ്പ് സാൻഡ്വിച്ചും കൊണ്ടുവന്നു. സാൻഡ്വിച്ചിനുണ്ട് വേറെ കടികളും ഉണ്ട്. സാൻഡ്വിച്ച് ഞങ്ങൾ പറഞ്ഞത് റോളും റോളും പപ്സും, മുട്ട പപ്സുമാണ്. കഴിച്ച് നോക്കട്ടെ. ഞങ്ങൾ സാൻഡ്വിച്ച് കഴിച്ചു. സാൻഡ്വിച്ച് കൊള്ളാട്ടോ. മാംഗോ ജ്യൂസും കുഴപ്പമില്ല. കടയിൽ ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. ഇത് എടുത്തു ഞങ്ങൾ 2 5-ൻ്റെ. ഇവിടെ വരുമ്പോഴേക്കും 10 ആവട്ടെ. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ അതാണ് ഇവിടുത്തെ പ്രത്യേകത. 2 കൂടി ഈ 5 രൂപയുടെ 10ഉം ഈ 5 രൂപയുടെ 10ഉം. ഇതില്ലേ നമ്മൾ മാസ് ഉണ്ടാക്കുന്ന സ്ഥലം. മാസ് എന്താണെന്നറിയോ? നമ്മൾ ചൂരയില്ലേ, ചൂര നമ്മൾ വേവിച്ച് ഉണക്കി ഇതാക്കുന്നതിനാണ് മാസ് എന്ന് പറയുന്നത്. മാസിൻ്റെ വേലിയാണ്. മാസ് ഉണക്കുന്ന സ്ഥലമാണിത്. മാസ് വേവിക്കുന്ന ചെമ്പ് ഇതാണ്. ഈ വലിയ ചെമ്പിലാണ് മാസ് വേവിക്കുന്നത്. ഇവിടെയും ഇതും മാസിൻ്റെ വേലിയാണ്. മാസ് ഉണക്കാൻ വയ്ക്കുന്ന സ്ഥലം. ആദ്യം ഈ വലിയ ചെമ്പിലിട്ട് തിളപ്പിച്ചതിന് ശേഷം വെയിലത്തിട്ട് കുറേ ദിവസം അപ്പുറം ഇപ്പുറത്ത് അടുക്കി വെച്ച് ഉണക്കും. അപ്പോൾ ഞങ്ങൾ എൻ്റെ നാടിൻ്റെ വടക്ക് വശത്ത് നിന്ന് കാണുന്നതാണ് ഇങ്ങനെ നാട്. ഈ കാണുന്ന ലൈറ്റൊക്കെ ഇല്ലേ, ഇങ്ങനെ കാണുന്ന ലൈറ്റ്, ഓരോ വലിയ വെട്ടം കണ്ട ഒരു ഇത്തിരി ഡിസ്റ്റൻസ് വിട്ട് അത് കാണുന്നതൊക്കെ സ്ട്രീറ്റ് ലൈറ്റാണ്. അത് നമ്മൾ റിംഗ് റോഡ്, ബീച്ച് റോഡിൻ്റെ സൈഡിലുള്ള സ്ട്രീറ്റ് ലൈറ്റിന് വെട്ടാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ചും കൂടി ലൈറ്റ് കാണുന്നത് അത് ജെട്ടിയാണ്. നമ്മൾ മെയിൻ ജെട്ടിയില്ലേ അവിടെ ഇറങ്ങി ആ ജെട്ടി. ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് കണ്ടായിരുന്നു പോണത്. നമ്മുടെ നാട് 2.5 കിലോമീറ്റർ ചുറ്റളവാണ്. ഞങ്ങളെ ലൈസ് കഴിച്ചില്ലത് ബിരിയാണി, വെജ് ബിരിയാണി ഇത് കഴിച്ചു. അപ്പോൾ അവന് കൈ വെള്ളത്തിൽ കൈ കഴിയാൻ വേണ്ടി പോയതാണ്. കൈ കഴുകി ഇവിടെയൊക്കെ അടുത്ത കൂടി ഇപ്പോൾ ടൈഡ് കൂടുതലാണ്, ഹൈ ടൈഡാണ്, വെള്ളം കൂടുതൽ. വെയിൽ കയറ്റമാണ്. വെയിൽ ഇറക്കം എനിക്ക് തോന്നുന്നു രാവിലെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്ന് ഇവിടെ ജെട്ടിയുടെ അടുത്തെത്തി. മെയിൻ ജെട്ടി, ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ജെട്ടിയുടെ അടുത്ത് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ജെട്ടിയിൽ മറ്റേ ഇത് വന്നിട്ട് ചെറുക്കപ്പിൽ വന്നിട്ട് പവർ ഹൗസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ കുറച്ച് പേർക്ക് സംശയമുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം വേറെ വീഡിയോയിൽ. ഇപ്പോൾ അതെ പവർ ഹൗസിലേക്കുള്ള ഡീസൽ വന്ന് അത് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ നിലവിൽ ഞങ്ങളുടെ നാട്ടിൽ പുതിയ പാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ്. ഇവനാണെങ്കിൽ എവിടെ കയറണം എന്നറിയാണ്ട് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുക. കുറച്ച് സമയത്ത് കയറ്റി അതിലിരുന്നില്ല. ഊഞ്ഞാലുണ്ട്, കറങ്ങണതുണ്ട്. മെയിൻ ഇവിടെ ഊഞ്ഞാലാണ്.
എവിടേക്ക് അബി? വൈകുന്നേരം ഞങ്ങളൊരു പാർക്കിൽ വന്ന് പുതിയ പാർക്കാണിത്.